വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 9ാം ക്ലാസ്സിലെ മാത്സിൻ്റെ ഒന്നാമത്തെ ചാപ്റ്റർ ആൻഡ് കുഞ്ഞുങ്ങളെ പെയർ ഓഫ് ഇക്വേഷൻ അല്ലെങ്കിൽ സമവാക്യ ജോഡികൾ. അതിനകത്തിലെ ദാണ്ടെ മിക്കവാറും ഉള്ള കണക്കുകളെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എങ്ങനെയൊക്കെയാണ് കിട്ടുന്നതെന്നുള്ളത് നമ്മൾ 1ഉം 2ഉം പാർട്ടിലൊക്കെ എല്ലാം ഇട്ടതാണ് കേട്ടോ. എല്ലാ ക്വസ്റ്റ്യൻ്റെ ആൻസറുണ്ടോ കുഞ്ഞുങ്ങളെ? പാർട്ട് 1, 2, 3, 4 എന്നും പറഞ്ഞിട്ടതാണ്. കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ ഈ നിങ്ങൾക്ക് ഏത് കണക്കിനാണോ സംശയമുള്ളത് കാണാൻ പറ്റുന്നുണ്ടല്ലോ, ആ കണക്കെടുത്ത് വെച്ച് കാണണം കേട്ടോ. എല്ലാം മലയാളവും ഇംഗ്ലീഷും എഴുതി വെച്ചുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാനും ഒക്കെ എളുപ്പമാവും നിങ്ങൾ കേട്ടോ. ഓരോ സ്റ്റെപ്പുകളും ചിലപ്പോൾ ഒരു സ്റ്റെപ്പ് അധികം എഴുതിയേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാലേ അത് നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാകാൻ വേണ്ടിയാണ് ഒരു സ്റ്റെപ്പ് അധികത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ. പേജ് നമ്പർ 10 പ്രിയ ബോട്ടം എന്നുള്ള ചോദ്യം കണ്ടോ, ചെരുപ്പിൻ്റെയും ബാഗിൻ്റെയൊക്കെ വിലയെക്കുറിച്ച്. അപ്പം നിങ്ങൾ വിചാരിക്കും ബാക്കിയുള്ള ടീച്ചർ പഠിപ്പിക്കുന്നോ ട്യൂഷൻ്റെ അവിടെ ഇടുന്നോ ഇത്രയും സ്റ്റെപ്പ് ഇല്ലല്ലോ എന്നൊക്കെ വിചാരിക്കുന്നത്. ഒരു സ്റ്റെപ്പ് കൂടെ എഴുതുന്നത് വെച്ചാൽ നിങ്ങൾക്ക് അത് ഒന്നുകൂടി ഒന്ന് മനസ്സിലാകാൻ വേണ്ടിയാണ് കേട്ടോ. ദ സം ഓഫ് 2 നമ്പേഴ്സ് ഈസ് 26 ഇങ്ങനെയുള്ള ഒരുപാട് കണക്കുണ്ട്. അപ്പോൾ എക്സിൻ്റെയും വൈയുടെയും വില വെച്ച് ചെയ്യുന്നതും. പിന്നെ ഞാൻ ഒന്ന് പറയാം കുഞ്ഞുങ്ങളെ, ചതുരത്തിൻ്റെ ചുറ്റളവ് കാണാൻ, പിന്നെ എന്താ വയറിൻ്റെ ഇതിങ്ങനെയാണ് കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓൾറെഡി ലിങ്കിലെല്ലാം ഉണ്ട്. ഞാൻ ഒന്നോടൊന്ന് കാണിച്ചതേ ഉള്ളൂ, കാരണം നമ്മൾ അടുത്ത കണക്ക് ചെയ്യാൻ പോവുകയാണ്. എ പേഴ്സൺ ഇൻവെസ്റ്റഡ് 1 lakh rupees ഇൻ എ ബാങ്ക്. പിന്നെ 2 പേനയ്ക്ക് 3 നോട്ട് ബുക്കിനും 110 രൂപയാണെന്നും 2 പേനയ്ക്കും 5 നോട്ട് ബുക്കിനും 170 രൂപയാണെങ്കിൽ അങ്ങനെയെങ്കിൽ ഓരോ പേനയുടെയും വില. അപ്പോൾ അത് ഞാനൊരു ഇത് നോക്കണേ നിങ്ങൾ. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 2xും 2xും വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് അറിയേണ്ടതാണ് കേട്ടോ. 2xും വന്നു കഴിഞ്ഞാൽ എന്താ കുറയ്ക്കാനായതുകൊണ്ട് 2x 2x പോയാൽ 0 കേട്ടോ. പിന്നെ നോക്കിയേ, ഇത് നമ്മൾ ചെയ്താൽ ഇത് ഫസ്റ്റ് ഇങ്ങനെ ഇത് വെട്ടിപ്പോയി കഴിഞ്ഞാൽ എങ്ങനെ വരും? കാരണം ഇവിടെ വെട്ടാൻ 2xും 2x ഒരേ സംഖ്യകളാണ്ട് വെട്ടിപ്പോയാൽ എങ്ങനെ ചെയ്യുമെന്നായിരുന്നു ഒരു മോഡലിൽ നമ്മൾ പഠിച്ചത് കേട്ടോ. ഇനി നോക്കിക്കേ, മറ്റൊന്നിൽ നോക്കിക്കേ, ഇവിടെ നമുക്ക് ഒരേപോലത്തെ ഉണ്ട് 3yയും 3yയും ഉണ്ട്. അപ്പോൾ അതും വെട്ടി ചെയ്യുമ്പോൾ 0 വരും കേട്ടോ. 0 വരും. ഒരു സ്റ്റെപ്പ് കൂടെ അധികം എഴുതിയേക്കുന്നത് പഠിക്കാൻ വേണ്ടിയാണ് കുഞ്ഞുങ്ങളെ കേട്ടോ. ഓക്കെ, അപ്പോൾ ഒരേത് വന്നു കഴിഞ്ഞാൽ നമുക്ക് വെട്ടാൻ പറ്റും. ഇവിടെ നോക്കൂ കുഞ്ഞുങ്ങളെ, 3x 4y 6x 3y. ഇവിടെ നമുക്ക് വെട്ടി 0 എടുക്കാനില്ല. അപ്പം നമ്മൾ എങ്ങനെ ചെയ്യുമെന്നുള്ളതാണ് എന്താ ഈ കൊടുത്തിരിക്കുന്ന കണക്കിനകത്തിൽ കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ അതാ ചെറിയ സംഖ്യ 3xും 6xുമാണ്, 4yയും 3yയുമാണ് അല്ലേ. ഇവിടെ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി നമ്മൾ ആ 3യെയും എന്താക്കണം, 6 ആക്കാൻ പറ്റിക്കഴിഞ്ഞാൽ വെട്ടി ചെയ്തുകൂടായോ? അപ്പോൾ നമ്മൾ 3നെ 2 കൊണ്ട് ഇൻഡ്യൂ ചെയ്യുമ്പം 3നെ മാത്രം ചെയ്താൽ പോരാ, ആ ഇക്വേഷനകത്തിൽ എന്തൊക്കെയുണ്ടോ അത് ഫുള്ള് വെട്ടി ചെയ്യണം. അപ്പോൾ അത് സംശയം ഉണ്ടെങ്കിൽ അതെടുത്ത് കാണണമെന്നില്ല കേട്ടോ. അപ്പോൾ ഇത്രയും കണക്കുകളായിരുന്നു നമ്മൾ ചെയ്തത്. പേജ് നമ്പർ 14 പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ 26 സെൻറ്റിമീറ്റർ വരെയുള്ള കണക്കുകളാണ് നമ്മൾ ഇതുവരെ ചെയ്തത് കേട്ടോ. ഇനി നമ്മൾ പേജ് നമ്പർ 15 ചോദ്യവും നിങ്ങളെ നോക്കണേ. ദ പ്രൈസ് ഓഫ് 2 kilogram ഓഫ് ഓറഞ്ച് ആൻഡ് 3 kilogram ഓഫ് ആപ്പിൾ ഈസ് 520 rupees. ദ പ്രൈസ് ഓഫ് 3 kilogram ഓഫ് ഓറഞ്ച് ആൻഡ് 2 kilogram ഓഫ് ആപ്പിൾ ഈസ് 480 rupees. വാട്ട് ഈസ് ദ പ്രൈസ് ഓഫ് ഈച്ച്? കേട്ടോ ചോദ്യം. അതായത് അതിൻ്റെ മലയാളം ഉണ്ട് കേട്ടോ. നോക്കണേ കുഞ്ഞുങ്ങളെ, 2 kilogram നമ്മൾ ഓറഞ്ചിന് മലയാളം മീഡിയക്കാർക്ക് മധുര നാരങ്ങ എന്നാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഓറഞ്ചിന് 2 kilogram മധുര നാരങ്ങയ്ക്കും 3 kilogram ആപ്പിളിനും 520 രൂപയാണ്. 3 kilogram മധുര നാരങ്ങയ്ക്കും 2 kilogram ആപ്പിളിനും കൂടി 480 രൂപയാണ്. ഓക്കെ ആണോ? 1 kilogram മധുര നാരങ്ങയുടെയും ആപ്പിളിൻ്റെയും വില എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചത്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? ഓക്കെ ആണോ? അപ്പോൾ നമ്മൾ അതിനെ എങ്ങനെ എഴുതും? നമുക്ക് തന്നേക്കുന്ന സ്റ്റെപ്പ് കണ്ടോ നിങ്ങളെ? അപ്പോൾ നമ്മൾ അതിൻ്റെ ഫസ്റ്റിൽ എങ്ങനെ എഴുതും കുഞ്ഞുങ്ങളെ? മധുര നാരങ്ങ അല്ലെങ്കിൽ നമുക്ക് ഓറഞ്ച് എന്ന് എഴുതാം അല്ലേ. ഓറഞ്ചിൻ്റെ വില നമുക്ക് തന്നിട്ടില്ല. അപ്പം നമ്മൾ എങ്ങനെ എഴുതാം? മധുര നാരങ്ങ. ഇംഗ്ലീഷുകാർക്കും എഴുതുന്നുണ്ട് കേട്ടോ. മധുര നാരങ്ങയുടെ വില എത്രയാണെന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല. മധുര നാരങ്ങയുടെ വിലയ്ക്ക് നമ്മൾ ഓറഞ്ച് അല്ലേ, ഓറഞ്ചിൻ്റെ വില എത്ര കുഞ്ഞുങ്ങളെ അറിയത്തില്ല. അപ്പം നമ്മൾ അതിനെ എക്സ് എന്ന് കൊടുത്തു. അത് നമ്മൾ പഠിക്കുന്നുള്ളൂ, അറിയാമല്ലോ, എക്സ് എന്ന് കൊടുത്തു. അവിടെ നോക്കിയേ, ആപ്പിളിൻ്റെ വില നോക്കണേ കുഞ്ഞുങ്ങളെ. 2 സാധനമല്ലേ, അപ്പം നമുക്ക് 2x കൊടുക്കാൻ പറ്റുമോ? ഇല്ല, 2 ആയതുകൊണ്ട് ആപ്പിളിൻ്റെ വില ഇംഗ്ലീഷുകാരെന്താ? ആപ്പിൾ. ദ പ്രൈസ് ഓഫ് എ ആപ്പിൾ. ഒരാപ്പിളിൻ്റെ വില ഒരെണ്ണമെന്ന് ചോദിക്കുന്നില്ലല്ലോ. ദ പ്രൈസ് ഓഫ് 2 kilogram അല്ലേ. അപ്പം എത്രയാണെന്ന് നമുക്കറിയത്തില്ല. 2 kilogram ഓഫ് ഓറഞ്ചും 3 kilogram ഓഫ് ആപ്പിളിൻ്റെയും വിലയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഓരോ കിലോയുടെ വില നമുക്കറിയത്തില്ല. അപ്പം നമ്മൾ അറിയാൻ വയ്യാത്തതിന് എക്സ് എന്നും വൈ എന്നും പേര് കൊടുത്തു. ഓക്കെ ആണോ?
ഇനി നമ്മളോട് ചോദിച്ചാൽ എന്താണെന്ന് നോക്കിക്കേ. അറിയാൻ വയ്യാത്തതിന് നമ്മൾ എന്ത് കൊടുത്തു കുഞ്ഞുങ്ങളെ? എക്സ് എന്നും വൈ എന്നും പേര് കൊടുത്തു അല്ലേ. ഇനി നമ്മളോട് ചോദിച്ചതാണ് ദ പ്രൈസ് ഓഫ് 2 കിലോഗ്രാം ഓഫ് ഓറഞ്ച് അല്ലെങ്കിൽ നാരങ്ങയ്ക്ക് നമ്മൾ എക്സ് എന്ന് കൊടുത്തു അല്ലേ. അപ്പം 2 കിലോഗ്രാം ഓഫ് ഓറഞ്ച് എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? 2x 2 കിലോഗ്രാം ഓഫ് ഓറഞ്ച് അല്ലേ, അല്ലെ മധുര നാരങ്ങയും. പിന്നെ ഏതിനാ 2 കിലോഗ്രാം ഓഫ് ഓറഞ്ച് ആണ് 3 കിലോഗ്രാം ഓഫ് ആപ്പിള് 3 കിലോഗ്രാം ഓഫ് ആപ്പിള് രണ്ടിനും കൂടി എന്ന് വെച്ചാൽ രണ്ടും കൂടി എത്ര രൂപയായി? 520 രൂപയായി. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ കിട്ടി. ഓക്കെ ആണോ? സംശയമുണ്ടോ? ഈ 2x വന്നാൽ എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ? 2 കിലോഗ്രാം ഓഫ് ഓറഞ്ചിന് എത്ര എന്നു അറിയത്തില്ല. എക്സ് എന്ന വേരിയബിൾ എക്സ് എന്ന പേരിട്ടു 2x. ആപ്പിളിൻ്റെ വിലയ്ക്ക് y എന്ന് കൊടുത്തു. 3 കിലോഗ്രാം അപ്പോൾ 3y എന്ന് കൊടുത്തു. ഫസ്റ്റ് ഇക്വേഷൻ ആയല്ലോ. അടുത്ത നോക്കിക്കേ. ദ പ്രൈസ് ഓഫ് 3 kg ഓഫ് ഓറഞ്ച്. ദ പ്രൈസ് 3 കിലോഗ്രാം മധുര നാരങ്ങയും. അടുത്ത് നോക്കിയേ. ദ പ്രൈസ് ഓഫ് 3 kg ഓഫ് ഓറഞ്ച് 3 kg ഓഫ് ഓറഞ്ച്. ഇതിൻ്റെയൊക്കെ എക്സ് എന്ന് വന്നാണ്ട് ഇവിടെ ഫസ്റ്റിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. 3x പിന്നെ 3 കിലോഗ്രാം 2 കിലോഗ്രാം ആപ്പിളും 2 കിലോഗ്രാം ആപ്പിളിനാണ് ഈ വൈയും നാരങ്ങയ്ക്ക് എക്സുമാണ്. ഇത് രണ്ടും കൂടി അല്ലേ എത്ര കൂടി എന്ന് വെച്ചാൽ രണ്ടും കൂടി കൂട്ടിയപ്പോൾ എത്ര വന്നു കുഞ്ഞുങ്ങളെ? 480 രൂപ വന്നു. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ കിട്ടി. ഇത്രയല്ലേ നമുക്ക് കിട്ടേണ്ടത് അല്ലേ. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? 2 ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നോക്കിയേ, നമ്മൾ അതിനെന്താ ഇക്വേഷനിലോട്ട് മാറ്റി. ഇവിടെ നോക്കിക്കേ, ഇവിടുത്തെ വേരിയബിൾ എല്ലാം ഒരുപോലെയാണോ കുഞ്ഞുങ്ങൾ? ഇവിടെ നോക്കിയേ 2x 3x. ഇവിടെ നോക്കിയേ 3y 2y. കണ്ടോ? 2x 3y 3x 2y. നമുക്ക് എന്തെങ്കിലും വെട്ടാൻ വല്ല വഴിയുണ്ടോ? 2x 3x നോക്കിക്കേ. ഓരോന്നും എന്താ? ഓരോ വ്യത്യസ്ത വേരിയബിളിലെ അല്ലേ, വ്യത്യസ്ത വില കോഎഫിഷ്യൻ്റ് ആണ് അല്ലേ, വ്യത്യസ്ത നമ്പറുകളാണ്. അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി എന്താണെന്നറിയോ? എന്താണ്ടേ ഈ 3യും 2നെ നമ്മൾ എടുത്തു കഴിഞ്ഞാലേ 3നെ എന്താ കുഞ്ഞുങ്ങളെ? 3നെ ഫസ്റ്റ് നമുക്ക് ഇത് നോക്കാം. എക്സിൻ്റെ എടുക്കുക, അതാ കുറച്ചുകൂടെ സൗകര്യം. 2x 3x അല്ലേ. 2നെയും 3യെയും നമുക്ക് ഒരേപോലെ ആക്കണമെങ്കിലേ 2നെ നമ്മൾ എന്താ കുഞ്ഞുങ്ങളെ 3 വെച്ച് ചെയ്താലേ 2 × 3 വെച്ച് ചെയ്താൽ 6 ആവും അല്ലേ. അതുപോലെ തന്നെ 3നെ 2 വെച്ച് ചെയ്താലും എന്താ 6 ആവും. അങ്ങനെ നമുക്ക് അതിനെ 6 ആക്കി വെട്ടിക്കൂടായോ? മനസ്സിലാവുന്നുണ്ടോ? 2ഉം വ്യത്യസ്ത നമ്പറുകളായതുകൊണ്ടേ നമുക്ക് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി 2നെ നമ്മൾ 3 കൊണ്ട് ഇൻറ്റു ചെയ്താൽ 6 വരും അല്ലേ. 3നെ നമ്മൾ 2 കൊണ്ട് ചെയ്താലും 6 വരും. അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യും നോക്കാം. ഈ 2xനെ 3 കൊണ്ട് ചെയ്തപ്പോൾ എത്ര വന്നു കുഞ്ഞുങ്ങളെ? എത്ര? 2 × 3 6x. എങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലായോ? ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയാണ്. 2xും 3xും 3yയും 2yയും വന്നുകൊണ്ട് നമുക്ക് ഇതിനകത്തിൽ വെട്ടി ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല ഇല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി ഈ 2xനെയും 3xനെയും എന്താ കറക്റ്റ് LCM എന്നാണ് പറയുന്നത് കേട്ടോ. 2നെയും എന്താ 2ൻ്റെ കൂടെ 3 കൂടെ ഇൻറ്റു ചെയ്യുക. 3ൻ്റെ കൂടെ 2 കൂടെ ചെല്ലുമ്പോൾ 6 വരും. അപ്പോൾ നമുക്ക് ചെയ്യാൻ എളുപ്പമാണ്. 2x × 3 6x പ്ലസ് 3y × 3യും 3യും 3 × 3 9y ഈസിക്കൽ ടു 520 × 3 520 × 3 1560 വരും കേട്ടോ. സംശയം ഉണ്ടെങ്കിൽ 520 × 3 0 3 0 2 3 6 5 3 15 കണ്ടോ? 15 60 കിട്ടി. സംശയമുണ്ടോ? ഇനി എന്ത് ചെയ്യണം? രണ്ടാമത്തതിനെ നമ്മൾ എന്ത് ചെയ്യണം? 2 വെച്ച് ചെയ്യണം. ഈ 3യും 2ഉം വന്ന് എങ്ങനെയാണെന്ന് മനസ്സിലാക്കണേ കുഞ്ഞുങ്ങൾ കേട്ടോ. എന്ന് വെച്ചാൽ ഡിഫറൻറ്റ് നമ്പറുകളാണ്. ഇതുവരെ ചെയ്ത കണക്കിലൊക്കെ ഓരോ കണക്ക് ഞാനത് ആദ്യം മുതലൊന്ന് കാണിച്ചത്. ഫസ്റ്റ് കണക്കിനകത്തിൽ ഒരേ വേരിയബിൾ ആണെങ്കിൽ വെട്ടിയിട്ട് നമുക്ക് ബാക്കി ഇട്ട് ചെയ്യായിരുന്നു. രണ്ടാമത്തതിൽ എന്താണ് നമ്മൾ നോക്കിയേ, ഈ 2വിനെയും 3യും ആയതുകൊണ്ട് ഒരേ നമ്പർ ആക്കാൻ വേണ്ടി 2നെ 3 കൊണ്ട് ചെയ്യുക. അപ്പം നമ്മൾ ഒരിക്കലും ഇക്വേഷനകത്തിൽ ഒരെണ്ണത്തിനെ മാത്രം ഇട്ട് ചെയ്യരുത്. ആ ഇക്വേഷനകത്തിൽ എത്ര നമ്പറുകളുണ്ടോ അത്രയും നമ്പറുകൾ ഇട്ടും ചെയ്യണം കേട്ടോ. നമ്മളപ്പോൾ എന്താ 2xനെ 3 കൊണ്ട് ചെയ്തു, അങ്ങനെ ഓരോന്നും ചെയ്തു. ഇനി 3xനെ 2 കൊണ്ട് ചെയ്യുക. 3 × 2 6x. കണ്ടോ? ഒരുപോലെ വന്നില്ലയോ? ഇപ്പോൾ പിടി കിട്ടിയോ? പ്ലസ് 2 × 2 4y അല്ലേ ഈസിക്കൽ ടു 480 × 2 0 2 0 8 2 16 ശിഷ്ടം 1 2 4 8 1 9 960. ഇപ്പോൾ 2 ഇക്വേഷനും ആയില്ലേ.
ഇക്വേഷൻ 2 ആയില്ലേ, നമുക്ക് വെട്ടാൻ പറ്റത്തില്ല. കാരണം എന്താ 6x 2 6 വന്നപ്പോൾ വെട്ടിക്കൂടാ കുഞ്ഞുങ്ങളെ. 6x 6x പോയാൽ 0 ആണ്. 9y 4y പോയി കഴിഞ്ഞാൽ 5 അല്ലേ, 5y. 1560 960 കൂടെ കൂട്ടുമ്പോൾ 0 6 6 12 10 5 15 സോറി കുറയ്ക്കാനാ, 6 6 പോയാൽ 0 15 9 പോയാൽ 10 11 12 13 14 15 6 അല്ലേ. അപ്പം നമുക്ക് എത്ര കിട്ടി? 600 വന്നു കുറച്ചപ്പം അല്ലേ. 5y = 600 ആകുമ്പം y = എത്ര നിങ്ങളെ? 600 ഡിവൈഡ് 5 = 12 5 60 12 പിന്നെ ഒരു 0 കൊണ്ട് 120. അപ്പം നമുക്ക് y എത്ര കിട്ടി? y = 120 കിട്ടി. വയ്യയുടെ വില കിട്ടി. അങ്ങനെയാണെങ്കിൽ ഒരെണ്ണം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മറ്റേ ചെയ്ത രീതിയിൽ എങ്ങനെ ചെയ്യാം? നമുക്ക് ആ വാല്യൂ ഇട്ട് വയ്യയുടെ വാല്യൂ ഇട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഫസ്റ്റ് ഏതാ? ഇതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിനിട്ട് ചെയ്താൽ മതി കുഞ്ഞുങ്ങൾ. ഏതാ? നമുക്ക് ഫസ്റ്റിൽ തന്നെ എടുക്കാം. 2x + 3y = 520 അല്ലേ. അപ്പം ഇവിടെ വയ്യയുടെ വാല്യൂ അല്ലേ വേണ്ടേ? അപ്പം 2x + 3 × 120 3 × 120 = 520 അല്ലേ, 520. അപ്പം കാണാൻ പറ്റത്തില്ലേ? 2x + 120 × 3 0 3 0 2 3 6 1 3 3 360 = 520. അപ്പം 2x = എങ്ങനെയാ? 520 ഈ പ്ലസ് 360 ഇങ്ങനെ വരുമ്പോൾ 300 മൈനസ് ആവും അല്ലേ. 520 360 പോയാൽ 0 6 6 12 പിന്നെ ഇവിടെ 160 അല്ലേ. അപ്പം 2x = 160 ആണെങ്കിൽ x = 160/2 അല്ലേ. 8 2 16 80 അല്ലേ കുഞ്ഞുങ്ങളെ? 80. അപ്പോൾ എക്സ് എത്ര കിട്ടിയേ? എക്സ് എന്ന് പറഞ്ഞാൽ എന്താ കുഞ്ഞുങ്ങളെ? എക്സ് നമ്മുടെ ഓറഞ്ച് അല്ലേ, അങ്ങനെ തന്നെ എഴുതണേ. ഓറഞ്ചിനാണ് നമ്മൾ എന്ത് പറയുന്നത്? x = 80 വന്നു. പിന്നെ ഏതായിരുന്നു? ആപ്പിൾ അല്ലേ. മലയാളമൊക്കെ എഴുതണേ കുഞ്ഞുങ്ങളെ. ആപ്പിളിനാണ് നമ്മൾ വൈന്ന് കൊടുത്തത്. വൈ എത്ര വന്നത്? 120 വന്നു. അപ്പോൾ ഇത്രയും ഇങ്ങനെ തന്നെ എഴുതണം ലാസ്റ്റ് കേട്ടോ, എന്തൊക്കെ എങ്ങനെയൊക്കെയാണ് കിട്ടിയെന്ന്. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? എളുപ്പമല്ലേ? അതായത് നോക്കണേ, ആദ്യമേ അതിൻ്റെ വില എഴുതുക, വാല്യൂ എഴുതുക, പിന്നെ ഇക്വേഷനിലോട്ട് മാറ്റുക. ഇക്വേഷനിനകത്തിലെ വെട്ടാൻ പറ്റാത്തതിനെയാണ് നമ്മൾ ഇത്രയിട്ട് ചെയ്തത് കേട്ടോ. ഒരേ ഇതിൽ വന്നെങ്കിലേ നമുക്കതിനെ വെട്ടി എഴുതാൻ പറ്റത്തുള്ളൂ. ഓക്കെ ആണോ? ഇതൊക്കെ എളുപ്പ വഴി വെച്ച് അങ്ങ് പറയുന്നതേ ഉള്ളൂ കേട്ടോ. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? നമുക്ക് അടുത്ത കണക്ക് ചെയ്യാം. അടുത്ത നോക്കിയോ കുഞ്ഞുങ്ങളെ, ഒരു ഇച്ചിരി വലിയ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ക്വസ്റ്റ്യൻ വലുതാണെങ്കിലും ആൻസർ അത്ര വലുതൊന്നുമല്ല. എ വയർ 1 മീറ്റർ ലോങ്, ഒരു വയറ് 1 മീറ്റർ നീളം, 1 മീറ്റർ ആട്ടോ, 1 മീറ്റർ ലോങ് ആണ്. ഈസ് കട്ട് ഇൻറ്റു 2 പീസ്, 1 മീറ്റർ നീളമുള്ള ഒരു കമ്പി കട്ട് ഇൻറ്റു 2 പീസ്, രണ്ടായിട്ട് അങ്ങ് മുറിച്ചു. 1 ഓഫ് വിച്ച് ഈസ് ബെൻഡ് ഇൻറ്റു എ സ്ക്വയർ, അതിൽ ഒരു കഷ്ണം വളച്ച് അങ്ങ് സമചതുരമാക്കി, സ്ക്വയറാക്കി മാറ്റി. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? 1 മീറ്റർ നീളമുള്ള ഒരു വയറിനെ രണ്ടായിട്ട് അങ്ങ് മുറിച്ചു. അതിൽ ഒരു പീസ് എടുത്തിട്ട് സ്ക്വയറായിട്ടും അങ്ങ് മാറ്റി. അത് അനദർ പീസ് ഈസ് ഈക്വലേറ്ററൽ ട്രയാങ്കിൾ ആയിട്ട് മാറ്റി. ഫസ്റ്റ് അതാണേ, അത്രയും നിൽക്കട്ടെ. എന്നിട്ട് എന്ത് ചെയ്യുക? 3 times the side of the square and 2 times of the side of the equilateral triangles make 71 centimeter. What are the length of the piece? 1 മീറ്റർ നീളമുള്ള ഒരു കമ്പി രണ്ടായിട്ട് അങ്ങ് മുറിച്ച് ഒരു കഷ്ണം വളച്ച് ഒരു സമചതുരവും മറ്റേ കഷ്ണം വളച്ച് ഒരു സമചതുരവും സമഭുജ ത്രികോണം എന്ന് വെച്ചാൽ എന്താ? 3 വശവും ഒരുപോലെ ഇരിക്കുന്നതിനെയാവും നിങ്ങളെ സമഭുജ ത്രികോണം അല്ലെങ്കിൽ ഈക്വലേറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഈ സമചതുരത്തിൻ്റെ വശത്തിൻ്റെ 3 മടങ്ങും നോക്കണേ, സമചതുരത്തിൻ്റെ എന്ന് വെച്ചാൽ സ്ക്വയറിൻ്റെ വശത്തിൻ്റെ 3 മടങ്ങും സമഭുജ ത്രികോണത്തിൻ്റെ വശത്തിൻ്റെ 2 മടങ്ങും കൂട്ടിയപ്പോൾ 71 സെൻറ്റിമീറ്റർ കിട്ടി. എത്ര നീളത്തിലാണ് കമ്പി മുറിച്ചത് എന്നാണ് നമുക്കറിയേണ്ടത്. നമുക്ക് ഓരോന്നും സ്റ്റെപ്പായിട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ ഇത് എന്തൊക്കെയാണെന്നുള്ള ഡൗട്ട് തോന്നില്ലയോ നിങ്ങളെ? ഒന്നും പേടിക്കട്ടെ, ഞാൻ പറയാം. നോക്കണേ, വയർ, ഒരു വയറാട്ടോ കേട്ടോണേ. എന്നിട്ട് ഇതിങ്ങനെ ഇരിക്കുന്ന ഒരു വയറാണ് കേട്ടോ, കമ്പി. ഈ കമ്പിയെയാണ് നമ്മൾ എന്താ
എവിടെയോ ഇട്ട് അങ്ങ് മുറിക്കുക. ഞാനിവിടെ നടുക്ക് അങ്ങ് ചുമ്മാതെ കൊടുക്കുമോ മുറിക്കും. പക്ഷേ ഇത് എത്രയാണെന്ന് നമുക്കറിയത്തില്ല. ഇത് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞത്. പക്ഷേ കമ്പി എന്താവും നിങ്ങളെ 1 മീറ്ററാണെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. 1 മീറ്റർ എന്ന് വെച്ചാൽ എത്ര? 100 സെൻറ്റിമീറ്റർ ആണ്. കാരണം എന്താണെന്നറിയോ, നമുക്ക് താഴെ 71 2 സെൻറ്റിമീറ്ററാണ്. 71 സെൻറ്റിമീറ്ററും നമുക്ക് അപ്പോൾ 1 മീറ്ററും 1 സെൻറ്റിമീറ്ററും അല്ലേ ക്വസ്റ്റ്യനിൽ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി 1 മീറ്റർ 100 സെൻറ്റിമീറ്റർ എന്ന് ആദ്യമേ മനസ്സിലാക്കുക കേട്ടോ. 1 മീറ്റർ എന്ന് പറയുന്നത് 100 നമുക്കറിയാമെന്ന് എനിക്കറിയാം, എന്നാലും പറഞ്ഞതാ കേട്ടോ. ഇനി നോക്കിക്കേ, ഇത് 2 പീസ് 1 ഓഫ് വിച്ച് ബെൻഡ് ഇൻറ്റു സ്ക്വയർ. ഒന്ന് എന്താക്കി മാറ്റണം കുഞ്ഞുങ്ങളെ? ഒന്ന് സ്ക്വയർ ആക്കി മുറിച്ചു. രണ്ടാമത്തതോ ഈക്വലേറ്ററൽ ട്രയാങ്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 വശവും ഒരേപോലെ ആയിരിക്കണം കേട്ടോ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇതിനൊക്കെ ഓരോ പേര് കൊടുക്കാം. സ്ക്വയറിന് നമുക്ക് എന്താവും നിങ്ങളെ? എക്സ് എന്ന പേര് കൊടുക്കാം. ട്രയാങ്കിളിന് എന്താവും നിങ്ങളെ? വൈ എന്ന പേരും കൊടുക്കാം. ട്രയാങ്കിൾ എന്ന് വെച്ചാൽ ഈക്വലേറ്ററൽ ട്രയാങ്കിളാണ്. ഓക്കെ, അപ്പോൾ നോക്കിയോ നിങ്ങളെ, നമുക്ക് സ്ക്വയറിന് നമ്മൾ എക്സ് എന്നും പേര് കൊടുത്തു, ഈക്വലേറ്ററൽ ട്രയാങ്കിൾ നമ്മൾ വൈ എന്നും പേര് കൊടുത്തു. അപ്പോൾ സൈഡ് ഓഫ് എ സ്ക്വയർ അല്ലെ സമചതുരത്തിൻ്റെ അല്ലെ സ്ക്വയറിൻ്റെ വശം എന്ന് വെച്ചാൽ എക്സ് എന്നും കൊടുത്തു. സൈഡ് ഓഫ് ദ ട്രയാങ്കിൾ അല്ലെ സമഭുജ ത്രികോണത്തിൻ്റെ വശം വൈ എന്നും കൊടുത്തു അല്ലേ, അങ്ങനെ പേര് കൊടുത്തു. ഓക്കെ ആണോ? സംശയമില്ലല്ലോ. ഇനി നമ്മൾ എന്താവും നിങ്ങളെ? നമ്മളോട് ചോദിച്ചത് എന്താണ്? 3 ടൈംസ് ദ സൈഡ് ഓഫ് ദ സ്ക്വയർ എന്ന് ചോദിച്ചാൽ 2 ടൈംസ് ദ സൈഡ് ഓഫ് ദ ഈക്വലേറ്ററൽ ട്രയാങ്കിൾ മേക്ക് 71 സെൻറ്റിമീറ്റർ ഒക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ അതിന് മുമ്പ് എന്താണെന്നറിയോ, സ്ക്വയറിൻ്റെ പെരിമീറ്റർ ഒന്ന് കണ്ടുവച്ചേക്കണേ കുഞ്ഞുങ്ങൾ. എന്താ പെരിമീറ്റർ ഓഫ് എ സ്ക്വയർ എന്ന് വെച്ചാൽ എന്താ? സമചതുരത്തിൻ്റെ പരപ്പളവ് അല്ലേ, അല്ലല്ലോ ചുറ്റളവ്. പെരിമീറ്റർ അല്ലേ, ചുറ്റളവ്. പെരിമീറ്ററിൻ്റെ ആണ്. എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ? പെരിമീറ്ററിൻ്റെ സ്ക്വയർ ആയതുകൊണ്ട് എന്താ? 4 ഇൻറ്റു സൈഡാണ് അല്ലേ. 4 ഇൻറ്റു സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ കുഞ്ഞുങ്ങളെ? 4 ഇൻറ്റു ഇവിടെ സൈഡ് എന്ന് പറയുന്നത് എക്സ് അല്ലേ. നമ്മളിവിടെ എന്താ? സ്ക്വയറിന് എക്സ് എന്നാ പേര് കൊടുത്തത് അല്ലേ. 4 ഇൻറ്റു എക്സ് ഈസിക്കൽ ടു 4x. അപ്പോൾ നമ്മൾ പെരിമീറ്റർ ഓഫ് സ്ക്വയർ കണ്ടു അല്ലേ. ഇനി അതുപോലെ എന്താണ്? പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ അല്ലേ. ഈക്വലേറ്ററൽ ട്രയാങ്കിളും ട്രയാങ്കിളിൻ്റെ എല്ലാം ഒന്നാ കുഞ്ഞുങ്ങൾ. പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ അല്ലേ എന്ന് വെച്ചാൽ എന്താ? അതിൻ്റെയും ചുറ്റളവ്. അത് മലയാളത്തിൽ എഴുതിക്കോണേ കുഞ്ഞുങ്ങൾ കേട്ടോ. എന്താണ്? ഈക്വലേറ്ററൽ ട്രയാങ്കിളിൻ്റെ ചുറ്റളവ്. ഇവിടെ സമചതുരത്തിൻ്റെ ചുറ്റളവ്. ട്രയാങ്കിളിൻ്റെ ആയതുകൊണ്ട് എന്താ കുഞ്ഞുങ്ങളെ? 3 ഇൻറ്റു സൈഡാണ് കേട്ടോ. 3 ഇൻറ്റു സൈഡ് എന്ന് വെച്ചാൽ 3 ഇൻറ്റു സൈഡ് ഇവിടെ നമ്മളെന്താ? ഈക്വലേറ്ററിൻ്റെ വൈ ആണ് അല്ലേ. അപ്പോൾ വൈ 3 ഇൻറ്റു വൈ ഈക്വൽ ടു 3y. അപ്പോൾ അത് രണ്ടും നമ്മൾ കിട്ടി. ഇത്രയും ഓക്കെ ആണോ? ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? ഇക്വേഷൻ, നമ്മുടെ പാടമല്ലേ, ഇക്വേഷനിലോട്ട് എഴുതാനല്ലേ. അപ്പം നമ്മളിവിടെ 4 ഇൻറ്റു 4ഉം 3യും വന്നാൽ എങ്ങനെയാണെന്നറിയാമല്ലോ. 4 ഇൻറ്റു സൈഡും 3y കിട്ടിയത് എങ്ങനെയാണ് നിങ്ങളെ? ഇതിൻ്റെ പെരിമീറ്റർ നമുക്ക് സ്ക്വയറും ഈക്വലേറ്റർ ട്രയാങ്കിളുമാണ് അതിൻ്റെ ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്റർ കണ്ടതാണ്. ഇത്രയും സംശയമില്ലല്ലോ, ഇത് നമ്മൾ കുഞ്ഞിലേ മുതലേ പഠിക്കുന്ന കാര്യങ്ങളാണ്. ഇനി നമുക്ക് ഇക്വേഷൻ ഉണ്ടാക്കണം. ഇക്വേഷൻ ഉണ്ടാക്കാൻ വേണ്ടി നമ്മളോട് പറഞ്ഞാൽ എന്താണെന്നറിയോ? 4 ടൈംസ് ദ സൈഡ് ഓഫ് ദ സ്ക്വയർ. 4 ടൈംസ് ദ സൈഡ് ഓഫ് ദ സ്ക്വയർ എന്ന് വെച്ചാൽ എന്താ? സൈഡ് ഓഫ് ദ സ്ക്വയർ എന്തിൻ്റെയാണ്? അതെ, ആദ്യം എന്താ? സ്ക്വയറിൻ്റെ അല്ലേ, സ്ക്വയറിൻ്റെ കാണാം. അപ്പം നമ്മൾ എങ്ങനെ എഴുതും? സ്ക്വയർ നമ്മൾ എക്സ് എന്ന് പേര് കൊടുത്തു. ഇവിടെ എന്താ? 4x. എങ്ങനെ കിട്ടി? 3 ടൈംസ് അല്ലേ 4x നമ്മൾ കണ്ടു. 4x സംശയം ഉണ്ടോ കുഞ്ഞുങ്ങളെ? 4x സ്ക്വയറിൻ്റെ വശങ്ങളാണ് 4x കേട്ടോ. വശങ്ങൾ 4x സ്ക്വയറിൻ്റെ വശവും പിന്നെ പ്ലസ് 3 ടൈംസ് ദ സൈഡ് ഓഫ് ദ സ്ക്വയർ. അപ്പോൾ 3y ഈസിക്കൽ ടു രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്ര? 100 എന്ന് വെച്ചാൽ 1 മീറ്റർ. ഒരു മീറ്റർ എന്ന് വെച്ചാൽ 100 സെൻറ്റിമീറ്ററിലായിരുന്നോ? വയർ 1 മീറ്റർ ലോങ് ആണ്. അപ്പം ഇവിടെ എന്തോത്തിൻ്റെയൊക്കെയാണ്? സൈഡ് ഓഫ് ദ സ്ക്വയറും സൈഡ് ഓഫ് ദ ട്രയാങ്കിളും കൂടെ കൂട്ടിയപ്പോൾ നമുക്ക് 100 സെൻറ്റിമീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താവും നിങ്ങളെ? 1 മീറ്ററാണ് അല്ലേ. 1 മീറ്റർ എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതുകൊണ്ട് 100. ഓക്കെ, സംശയമില്ലല്ലോ. ഇനി രണ്ടാമത്തെ നോക്കിക്കേ. 3 ടൈംസ് ഓഫ് ദ സൈഡ് ഓഫ് ദ സ്ക്വയറും 2 ടൈംസ് ഓഫ് ദ സൈഡ് ഓഫ് ദ ഈക്വലേറ്റർ ട്രയാങ്കിളാണ്. അപ്പോൾ നമ്മൾ എന്താ പിന്നെന്തോ എഴുതണം? 3x വന്ന എങ്ങനെയാണ്? 3 ടൈംസ് ഓഫ് ദ സൈഡ് ഓഫ് ദ സ്ക്വയറും 2 ടൈംസ് ഓഫ് ദ സൈഡ് ഓഫ് ദ ഇക്വേറ്ററും. അപ്പോൾ 3x പ്ലസ് 2y ഈസിക്കൽ ടു അവിടെ പറയുന്നുണ്ട് 71 സെൻറ്റിമീറ്റർ. 71 2 സെൻറ്റിമീറ്ററിലാണല്ലോ. 4x
പ്ലസ് 3y എന്ന് വെച്ചാൽ ഇത് രണ്ടും കൂടി എന്ന് വെച്ചാൽ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ചുറ്റളവെന്ന് പറയുന്നത് എന്താ, പെരിമീറ്റർ ഓഫ് സ്ക്വയറിൻ്റെയും പെരിമീറ്ററിൻ്റെയും ചുറ്റളവ് എന്ന് പറയുന്നത് 100 നമുക്ക് പറഞ്ഞു, സംശയമില്ലല്ലോ. ഇനി നമ്മളോട് ഇപ്പോൾ പറഞ്ഞ എന്താ, 3 ടൈംസ് ദ സൈഡ് ഓഫ് ദ സ്ക്വയർ, സൈഡ് ഓഫ് ദ 3 ടൈംസ് ഓഫ് ദ സൈഡ് ഓഫ് ദ സ്ക്വയറും 2 ടൈംസ് ഓഫ് ദ സൈഡ് ഓഫ് ദ ഇക്വലേറ്ററും. കുഞ്ഞെ ഇത് രണ്ടും വന്നത് തണ്ട് ഈ 4x 3y ആണ്, കാരണം ഇതിൻ്റെ ഏരിയ കണ്ടത്. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 100 സെൻറ്റിമീറ്റർ ആണ് കുഞ്ഞുങ്ങളെ, സെൻറ്റിമീറ്റർ കേട്ടോ. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നതാണ് ഇത് 3 ടൈംസ് ദ സൈഡും 2 ടൈംസ് ദ സൈഡ് ഓഫ് ഇക്വലേറ്റർ ട്രയാങ്കിളുടെ 71. അപ്പോൾ നമുക്ക് ഇക്വേഷൻ 1ഉം കിട്ടി, ഇക്വേഷൻ 2ഉം കിട്ടി. ഇതൊക്കെ എവിടെ നിന്നാണ് വന്നതെന്ന് സംശയം ഉണ്ടോ കുഞ്ഞുങ്ങളെ? ഇത് പെരിമീറ്റർ ആണ്, ഇത് നമ്മുടെ ക്വസ്റ്റ്യനിലുള്ളതാണ് കേട്ടോ. ഇതൊക്കെ എവിടെ നിന്ന് വന്ന് നോക്കിക്കേ, ഇവിടെ നോക്കണേ കുഞ്ഞുങ്ങളെ. അതുകൊണ്ട് നമ്മളിപ്പോൾ എഴുതിയതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നോക്കിക്കേ. ഇവിടെ 4x 3x 3y 2y മുമ്പ് നമ്മൾ ചെയ്ത രീതി പോലെയൊക്കെ ആവുന്നില്ലേ കുഞ്ഞുങ്ങളെ? എന്താണെന്നറിയോ, ഇവിടെ 4x ഇവിടെ 3x, ഇവിടെ നോക്കിയേ 3y 2y. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പറ്റണം. എന്തോ ചെയ്യണമെന്നറിയോ, നമ്മൾ നോക്കിയേ ഈ 3യും 2 എടുത്താലേ മുമ്പ് നമ്മൾ പറഞ്ഞ രീതി പോലെ തന്നെ 3യുടെ കൂടെ നമ്മളെന്താ 2 ഇൻറ്റു ചെയ്താൽ നമുക്ക് 6ഉം കിട്ടും, 2ൻ്റെ കൂടെ എന്താ 3 ചെയ്താലും 6 കിട്ടും. അപ്പോൾ ഇതിനെ രണ്ടിനെയും നമുക്ക് 6 ആക്കി ചെയ്തുകൂടായോ? മുമ്പ് നമ്മൾ പറഞ്ഞ രീതി തന്നെ വെച്ചൊന്ന് നോക്കൂ കുഞ്ഞുങ്ങളെ. അത് എക്സിൻ്റെ അല്ലായിരുന്നോ അല്ലേ? എക്സിനെയാണ് നമ്മൾ എന്ത് ചെയ്തത് കണ്ടേ, ഓർമ്മയുണ്ടോ? ഇത് 2x-ഉം 3x-ഉം ആയതുകൊണ്ട് ഇതിനെ രണ്ടിനെയും നമ്മൾ എന്താ 2നെ 3 വെച്ച് ചെയ്തപ്പോൾ 6ഉം കിട്ടി, 3നെ 2 വെച്ച് ചെയ്തപ്പോഴും നമുക്ക് 6 കിട്ടിയപ്പോൾ നമുക്ക് അതിനെ രണ്ടിനെയും വെട്ടി 0 ആക്കാൻ പറ്റി. ഇവിടെ നോക്കിക്കേ, ഡിഫറൻ്റ് ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ അങ്ങ് മാറ്റാം. എന്താ 3y നമ്മൾ എന്ത് ചെയ്യണം കുഞ്ഞുങ്ങളെ, 3യുടെ കൂടെ 2 അല്ലേ, 2 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 6ഉം വരും, 2ൻ്റെ കൂടെ 3 ചെയ്യുമ്പോഴും നമുക്ക് 6 വരും കേട്ടോ. ഇനി ഈ ലാസ്റ്റ് തീരാറായി ഈ പാഠം. അപ്പം ഇങ്ങനെ ഓരോ കണക്കിനും നോക്കണേ കുഞ്ഞുങ്ങളെ, ഡിഫറൻറ്റ് വരുമ്പോൾ എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് കേട്ടോ, തെറ്റിക്കല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം കുഞ്ഞുങ്ങളെ? അതായത് 3y നമ്മൾ ഞാൻ ഇവിടെ എഴുതി കാണിക്കണം കുഞ്ഞുങ്ങളെ. 3y നമ്മൾ 2 കൊണ്ട് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 6y കിട്ടി. പിന്നെ 2y നമ്മൾ 3 കൊണ്ട് ചെയ്തപ്പോൾ നമുക്ക് 6y കിട്ടിയെന്ന്. അപ്പോൾ ഈ 6y രണ്ടിടത്ത് ഒരുപോലെ വരാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തതെന്ന്. പക്ഷേ അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരാൾക്ക് മാത്രം കൊടുത്താൽ പോരാ, എന്താ എല്ലാവർക്കും കൊടുക്കണം അല്ലേ? ആദ്യം ആർക്കാണ് കൊടുക്കണ്ടേ? ഈ 4x എന്ത് ചെയ്യണം, 4x ഇൻറ്റു 2 ചെയ്യണം, 3y ഇൻറ്റു 2 ചെയ്യണം, 100 ഇൻറ്റു 2 ചെയ്യണം അല്ലേ? അപ്പോൾ നമ്മളെങ്ങനെ 4x ഇൻറ്റു 2 എത്ര കുഞ്ഞുങ്ങളെ, 8x അല്ലേ? 8x അല്ലേ? 4 ഇൻറ്റു 2 8 8x പ്ലസ് 3 ഇൻറ്റു 2 2 3 6y 100 ഇൻറ്റു 2 200. മനസ്സിലായോ? ആവുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? അടുത്ത 3x ഇൻറ്റു 3 3 9 അല്ലേ? 3 9x പ്ലസ് 2y ഇൻറ്റു 3 2 3 6 6y. ഇതൊന്നും ആക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത്രയും കിടന്ന് ചെയ്യുന്നത് അല്ലേ? 71 ഇൻറ്റു 3 71 ഇൻറ്റു 3 നോക്കാം. 71 ഇൻറ്റു 3 ഒരു 3 3 7 3 21 213 കണ്ടോ? ഒരുപോലെ ആക്കിയില്ലേ? ആക്കിയോ കുഞ്ഞുങ്ങളെ? ആക്കി. ഇനി നോക്കിയേ, ചെറിയ സംഖ്യയിൽ നിന്നും വലിയ സംഖ്യ അങ്ങ് കുറച്ചാൽ മതി. അപ്പം നമ്മൾ ഇതിനെ നേരെ തിരിച്ചിട്ട് ചെയ്താൽ മതി. അതല്ലാതെ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം കുഞ്ഞുങ്ങളെ, എന്താ വലിയ സംഖ്യയിൽ നിന്നും ചെറിയ സംഖ്യ അങ്ങ് കുറച്ചാൽ മതി. തിരിച്ചിട്ട് എഴുതി ചെയ്താലും ശരിയാ. ഇനി ഇങ്ങനെ ചെയ്താലും നമുക്ക് നോക്കാം. 6y 6y പോയാൽ 0 ആണ്. 9x നിന്ന് 8x പോലെ എത്ര കുഞ്ഞുങ്ങളെ, 1x. ഈ 1x എന്ന് 1x എന്ന് ഇടണ്ട, എക്സ് അല്ലേ? എക്സ് ഈസിക്കൽ ടു 213 നിന്ന് 200 പോയാൽ 13. അപ്പോൾ എക്സ് എന്തോ കിട്ടി കുഞ്ഞുങ്ങളെ, 13 കിട്ടി. എക്സ് എത്ര കുഞ്ഞുങ്ങളെ, 13 കിട്ടി. ഇനി നമുക്ക് ഈ തന്നിരിക്കുന്നതിൽ ഏതെങ്കിലും ഒരു ഇതിൽ വെച്ച് ചെയ്താൽ പോരായോ? ഏതാ നമുക്ക് ചെയ്യാം? ഫസ്റ്റ് നോക്കിക്കേ, 4x പ്ലസ് 3y ഈസിക്കൽ ടു 100. അപ്പം 4 ഇൻറ്റു എന്താ എക്സ് എത്ര കുഞ്ഞുങ്ങളെ, 13 പ്ലസ് 3y ഈസിക്കൽ ടു 100. 13 ഇൻറ്റു 4 13 ഇൻറ്റു 4 4 3 12 ശിഷ്ടം 1 ഒരു 4 52 അല്ലേ? 52 പ്ലസ് 3y ഈസിക്കൽ ടു 100. അപ്പം 3y ഈസിക്കൽ ടു 100 മൈനസ് 52. 100 നിന്ന് 52 പോയാൽ എത്ര? 100 നിന്ന് 52 പോയാൽ 48 അല്ലേ? 48. അപ്പം 3y ഈസിക്കൽ ടു 48 ആണെങ്കിൽ
y ഈസിക്കൽ ടു 48/3. 48നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര കുഞ്ഞുങ്ങളെ? 16 വരും. എത്ര? 16. ഇതാണ് നമുക്ക് എന്ത് കിട്ടിയത്? 16 ആവും കുഞ്ഞുങ്ങളെ എന്ത് കിട്ടിയത്? y കിട്ടിയത്. അപ്പോൾ നമുക്ക് എക്സ് എത്ര കിട്ടി? 13 കിട്ടി. y 16 കിട്ടി. എക്സ് ഇവിടെ എന്തുവായിരുന്നു കുഞ്ഞുങ്ങളെ? എക്സ് എന്ന് പറയുന്നത് സമചതുരത്തിൻ്റെ വശമാണ് അല്ലേ? സമചതുരത്തിൻ്റെ വശം എൻ്റെ ഒരു ഇച്ചിരിയും കൂടെ ഉണ്ട് കുഞ്ഞുങ്ങളെ. നോക്കണേ, നമുക്ക് എക്സ് എത്ര കുഞ്ഞുങ്ങളെ കിട്ടിയത്? എക്സ് ഈസിക്കൽ ടു 13 കിട്ടി. y ഈസിക്കൽ ടു 16 കിട്ടി. സംശയമുണ്ടോ കുഞ്ഞുങ്ങളെ ഇതിനകത്തിൽ ഏതെങ്കിലും? അതായത് നമുക്ക് ഇതിന് രണ്ടിൻ്റെയും പേരറിയത്തില്ല. അപ്പോൾ എക്സും വൈ എന്നും പേര് കൊടുത്തു അല്ലേ? അപ്പം എക്സും വൈ എന്ന് വെച്ചാൽ നമ്മൾ എന്താ സ്ക്വയറും ഈക്വലേറ്ററൽ ട്രയാങ്കിളുമായിരുന്നു. അതിൻ്റെ പെരിമീറ്റർ കിട്ടി. കണ്ടോ? 4x 3y. ഇനി നമ്മൾ അതിനെ ഇക്വേഷനിലോട്ട് മാറ്റിയിട്ട് എഴുതി നോക്കിയിട്ട് ഡിഫറൻറ്റ് എന്താ കോഎഫിഷ്യൻ്റ് ആവുന്നത്. ഈ കോഎഫിഷ്യൻ്റ് എന്ന് വെച്ചാൽ എന്താ? വേരിയബിളിൻ്റെ കൂടെ കിടക്കുന്ന നമ്പറുകൾ ഇവിടെ എന്താ മുകളിലും താഴെ ഒരേ വേരിയബിൾ ആവുന്നത്. പക്ഷേ എന്താണ് കോഎഫിഷ്യൻ്റ് എന്ന് വെച്ചാൽ ഈ വേരിയബിളിൻ്റെ കൂടെ കിടക്കുന്ന നമ്പറുകൾ ഡിഫറൻ്റ് ആയതുകൊണ്ട് ഒരുപോലെ ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? 3y-യെയും 2y-യെയും 2 കൊണ്ട് ചെയ്തപ്പോൾ 6 കിട്ടി. അപ്പോൾ അത് വെച്ച് ചെയ്തപ്പോൾ നമുക്ക് എന്താ? എക്സ് 13 കിട്ടി, y 16 കിട്ടി. ഇതിന് സംശയമുണ്ടോ? എല്ലാം ഇവിടെ ചെയ്തിട്ടിട്ടുണ്ടോ നിങ്ങളെ? ഏതെങ്കിലും കൂട്ടിയിലോ കുറച്ചോ എല്ലാം തെറ്റുണ്ടോ നോക്കണേ കേട്ടോ. അപ്പോൾ എക്സും വൈയും നമുക്ക് എത്ര കിട്ടി? എക്സ് എന്ന് പറഞ്ഞാൽ 13 കിട്ടി, y എന്ന് പറയുന്നത് 16 കിട്ടി. ഇനി നമ്മളോട് ചോദിച്ചാൽ എന്താ? സ്ക്വയറിൻ്റെ പെരിമീറ്റർ കാണണം കുഞ്ഞുങ്ങളെ. പെരിമീറ്റർ ഓഫ് സ്ക്വയർ എന്ന് വെച്ചാൽ എന്താ കുഞ്ഞുങ്ങളെ? സമചതുരത്തിൻ്റെ ചുറ്റളവ് അല്ലേ? എന്താ? 4 സൈഡാണ് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ? അപ്പോൾ ഇവിടെ 4 സ്ക്വയറിൻ്റെ നമുക്ക് എത്ര കിട്ടിയത്? 13 ആണ്. 13 × 4 13 × 4 4 3 12 ശിഷ്ടം 1 1 4 52. അപ്പോൾ നമുക്ക് അത് കിട്ടി. ഏതാ? പെരിമീറ്റർ ഓഫ് സ്ക്വയർ. ഇനിയോ പെരിമീറ്റർ ഓഫ് എന്താ കുഞ്ഞുങ്ങളെ? ട്രയാങ്കിൾ അല്ലേ? ഈക്വലേറ്റർ ട്രയാങ്കിൾ ആണ് കേട്ടോ. അപ്പോൾ 3 സൈഡ് അല്ലേ? 3 സൈഡ്. 3 സൈഡ് എത്രയായിരുന്നു? y 16 അല്ലേ? 16 × 3 6 3 18 ഇഷ്ടം 1 1 48. നോക്കൂ കുഞ്ഞുങ്ങളെ 48 കിട്ടി. കണ്ടോ? അപ്പം പെരിമീറ്റർ ഓഫ് സ്ക്വയർ എന്ന് പറയുന്നത് 52 കിട്ടി. പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് 48 കിട്ടി. അതായത് ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 1 മീറ്റർ വരുന്നോ? അല്ലെ 100 സെൻറ്റിമീറ്റർ വരുന്നോ? 10 5 4 100 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 1 മീറ്റർ ആയിരുന്നു നമ്മുടെ കമ്പി. ആ കമ്പിയെ നമ്മൾ എന്താണ്? സ്ക്വയർ പെരിമീറ്റർ ഓഫ് സ്ക്വയർ 52 കിട്ടി. പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ 48 കിട്ടി കേട്ടോ, സെൻറ്റിമീറ്റർ. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? ഓക്കെ, ഈ പാഠത്തിനകത്ത് ഞാൻ ഇത്രേ ചെയ്യുന്നുള്ളൂ കുഞ്ഞുങ്ങളെ. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ആ കമൻറ്റ് ബോക്സിൽ പറയണേ. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ കുഞ്ഞുങ്ങളെ കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായാലും ഇല്ലെങ്കിലും നിങ്ങളത് എന്നോട് പറയണം കേട്ടോ. ഓക്കെ ആണോ? ഓക്കെ കുഞ്ഞുങ്ങളെ, താങ്ക് യു.